ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പുകാലത്ത് കൂടുതൽ പേരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതും തയ്യാറാക്കുന്നതുമായ നൈസ് പത്തിരി അഥവാ അരിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് 1 മിനിറ്റ് സമയം ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മാവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം നല്ലതുപോലെ മിക്സ് ആകുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഈ മാവ് നന്നായി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ചൂടോടുകൂടി മാറ്റി കൊടുക്കുകയാണ്. നൈസ് പത്തിരി തയ്യാറാക്കുന്ന സമയത്ത് മാവ് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിച്ചേക്കണം. കയ്യിൽ ചൂട് തട്ടുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. മാവ് പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ട് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾസായി എടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാൻ ഇന്നിത് പ്രസ്സിൽ വെച്ച് പരത്തിയാണ് കാണിക്കുന്നത്. പ്രസ്സില്ലാത്തവർക്ക് സാധാ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പ്രസ്സിൽ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഓരോ ഉരുളകളായി വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ്സിൽ അല്പം എണ്ണ തേച്ചിട്ട് പരത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല നൈസായിട്ടുള്ള പത്തിരിയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. പരത്തിയെടുത്തിട്ടുള്ള പത്തിരികളെല്ലാം തന്നെയും ഞാൻ അല്പം അരിപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുക്കുന്നുണ്ട്. എല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടി തട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. പത്തിരി ചുടുന്ന സമയത്ത് തവ അത്യാവശ്യം നല്ല ചൂടായിരിക്കണം. ഇനി ഇതിലേക്കായി ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് ആവി വരുമ്പോഴേക്കും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായി ബബിൾസ് വരുമ്പോഴേക്കും വീണ്ടും ഒന്നുകൂടി മറിച്ചിടുമ്പോഴേക്കും നല്ലതുപോലെ പൊങ്ങി വരുന്നത് കാണാം. നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അരിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അല്പം വെള്ളം കൂടിയാലും പ്രശ്നമില്ല, പക്ഷേ ഒട്ടും തന്നെ വെള്ളം കുറയാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് പത്തിരി എളുപ്പത്തിൽ നമുക്ക് പ്രസ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.